100%. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെറുപ്പകാലത്ത് എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ റോഡിൽ കിടക്കുന്ന ഒരു കാക്ക കുഞ്ഞിനെ എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരാളാണ്. 5ൽ ചെറുകിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റോഡിൽ ഒരു കാക്ക കുഞ്ഞ് മഴയത്ത് വീണ റോഡിൽ വീണ ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോയി 4 ഓടി കണക്ക് എൻ്റെ വീടിൻ്റെ ചുവരിലോട് ഇങ്ങനെ 2 ഓട് വെച്ചിട്ട് ഇവിടെ ഓട് വെച്ച് ഇവിടെ ഒരു ഓട് വെച്ച് മേളിൽ ഒരു ഓട് വെച്ച് അതിനകത്ത് വെച്ച് തീറ്റി കൊടുത്ത് വളർത്തി തുടങ്ങി. എനിക്ക് 30-40 കാക്കളുണ്ടായിരുന്നു ആ സാഹചര്യം. ഇപ്പോഴും ഞാനിവിടെ രാവിലെ ഇവിടെ വരാൻ എനിക്ക് രാത്രി ഉറക്കക്കുറവാണ്. ഞാനിപ്പോൾ ഒരു 3-4 മാസം ടെൻഷൻ ആവശ്യത്തിൽ ടെൻഷനുണ്ട്, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം അങ്ങനെയല്ല. അപ്പോൾ ഞാൻ 2 മണിക്ക് വന്നാലും വന്ന് കിടന്നിട്ട് 2:30-3 പഠിച്ച് കുളിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഏകദേശം ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ ഇവിടെ നിന്ന് എനിക്ക് തിട്ടപ്പെടുത്താൻ പറ്റിയത് ഹമ്മിങ് ബേഡ്സുകൾ, അതുപോലെ എന്താ പറയുക ഇരട്ടത്തലച്ചി, കരിയിലക്കിളി, അതുപോലെ ചേരക്കൊക്കൻ, പിന്നെ അങ്ങനെ ഒരുപാട് 37ഓളം വെറൈറ്റി ബേഡ്സുകൾ ഇവിടെയൊക്കെ എനിക്ക് കാണാൻ പറ്റും പ്രഭാതത്തിൽ. അപ്പോൾ അത് അങ്ങനെ കാക്ക തുടങ്ങി ഒരുപാട് ഡോഗുകളുണ്ടായിരുന്നു, റോട്ടിൽ കിടക്കുന്ന ഡോഗുകൾ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ പിന്നെ ടൈറ്റാനിയം എന്ന് പറഞ്ഞ ബസ് കെട്ടിയിട്ട് കുറേ പേര് മരണപ്പെട്ടപ്പോൾ ഞാൻ അതൊക്കെ നിർത്തി. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ടൈറ്റാനിയം ബസ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അവർ അങ്ങനെ നിർത്തി. എല്ലാ ജീവികളും കാരണം ഞാൻ അതുകൊണ്ടാണ് ഒരു ജീവിയും എന്താ പറയുക കൊല്ലരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം വെജിറ്റേറിയനായിരുന്നു. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പോൾ പാലൂര് പേര്. പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് എനിക്കൊരു ആളുകൾ അറിയാത്തൊരു 3 കടി ഇപ്പോൾ കിട്ടി. കോട്ടയത്തെ കടി കഴിഞ്ഞിട്ട് ഒരു 3ഓളം കടികൾ കിട്ടി. 3 കടികൾ ഇത്തിരി കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ എന്നാലും എന്താ പറയുക ബോഡിയിലൊരു ആൻറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാതെ പോയി. കാരണം ഞാൻ തന്നെ ഡോക്ടർമാരോട് പറഞ്ഞ് എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കട്ടെ എത്ര സമയം ഇത് സിംറ്റംസ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് വൈകിട്ടൊക്കെയാണ് ആൻറ്റിബയോട്ടിക് എടുപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് കടിച്ചു, നാളെ വൈകിട്ടൊക്കെയാണ് ആൻറ്റി ഡോക്ടറോട് സംസാരിച്ചിട്ട്. അപ്പോൾ അവർ വില്ലിങ് അല്ല, എന്നാലും ഞാൻ പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ആൻറ്റിബോഡി ഉണ്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ശരീരം എനിക്ക് പഠിക്കാം, നിങ്ങളുടെയോ മറ്റൊരാളുടെ ശരീരം എനിക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ കഴിഞ്ഞ നിങ്ങൾ നോക്കൂ, ഒരു 2 മാസത്തിന് മുന്നേ ഒരു റിപ്പോർട്ടുണ്ട്, 250ഓളം പ്രാവശ്യം പാമ്പ് കടി വാങ്ങിയ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റിവനം കണ്ടെത്തി. ഫോറിൻ കൺട്രിയിലാണ് അവൻ്റെ ഫുൾ ഡാറ്റാസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്താ പറയുക, അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ അഹങ്കാരം കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രഹസനം കാണിക്കുന്നു, അല്ലെങ്കിൽ മീഡിയ വാർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അതെനിക്കൊന്ന് ഒരുപാട് പേർക്ക് പകർന്നു കൊടുക്കാൻ പറ്റി. കാരണം പല ഹോസ്പിറ്റലിലും എത്രയോ പാമ്പ് പിടുത്തക്കാർ കേരളത്തിലുണ്ട്. പല ഹോസ്പിറ്റലിലും പാമ്പ് പിടിയിട്ട് അപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് അയക്കും, അല്ലെങ്കിൽ കടിയുടെ ബൈറ്റ് മാർക്ക് അയക്കും. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ലാതെ അവിടെ നീരുണ്ടോ, അല്ലെങ്കിൽ അവിടെ സ്വെല്ലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ബ്ലഡ് ലൂസായിട്ട് പോകുന്നുണ്ടോ, ഊണ്ട് വലുതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ പറയും. അപ്പോൾ വേദന ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേദനയില്ലേ പേടിക്കേണ്ടതില്ല, അത് വെനമില്ലാത്ത പാമ്പാണ്. അപ്പോൾ വെനമുള്ള പാമ്പുകൾ കടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയും തോറും നമുക്ക് വേദന വർദ്ധിച്ച് വന്നുകൊണ്ട്. ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കടിയാണത്. ഇതാർക്കും അറിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുന്നേ എന്താ പറയുക പേരൂക്കട അതിൽ വെച്ച് കടി കിട്ടിയാണ്. അത് ഏകദേശം 10-15 ദിവസത്തോളം ഹോസ്പിറ്റലുണ്ട്. ഏറ്റവും ആരും അറിഞ്ഞിട്ടില്ല. ഈ ഡിസംബറിൽ കിട്ടിയൊരു കടിയാണ്, ഇതാരും അറിഞ്ഞിട്ടില്ല. ഡിസംബറിൽ കിട്ടിയ കടി. ഡിസംബറിൽ കിട്ടിയ ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിച്ച് ബോട്ടിലാക്കുമ്പോൾ ബോട്ടിലിൻ്റെ അടപ്പ് പൊട്ടിയിരിക്കുന്നത് കണ്ടില്ല. ഞാൻ തിരികെ പൊടിഞ്ഞു പോയി. അപ്പോൾ കടിച്ചു. ഏകദേശം 1 മാസത്തോളം 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ഞാനാണ് സിസർ വാങ്ങിച്ചത്, സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചു, സർജിക്കൽ സിസർ വാങ്ങിച്ച് ഞാനാണ് കയറി കെട്ടിയത്. ഇതെല്ലാം കയറി അതിനകത്ത് നിന്ന് പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞ് ഞാനാണ് കെട്ടിയത്. നവംബറിൽ കൈമനത്ത് നിന്ന് കിട്ടിയാണ്. കൈമനത്ത് ഒരു വീട്ടിൽ ഒരു കൈമനത്ത് NSS കരയോഗത്തിൽ ഒരു തടി വെച്ചിരുന്നു. ആ തടിയെടുത്ത് പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിരിക്കുന്നത് ഒരു തടിയെടുത്ത് പൊക്കി കണ്ടത് വരെങ്കിൽ തടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചപ്പിപ്പോയി. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ ഇന്ന് കുറച്ച് ദൂരത്തിൽ പോയി പൊക്കിയത്. പക്ഷേ ഇവിടെ നിന്ന് വന്ന് അവിടെ എങ്ങനെ കടിച്ചു വെച്ചാൽ അതെനിക്കറിയില്ല. ചേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞ കണക്കിനെ നമുക്ക് ഇങ്ങനെ ഭയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഭയം തോന്നിയില്ല. എനിക്ക് ഭയമുണ്ട്. കാരണം മനുഷ്യന് മാത്രമേ എനിക്ക് ഭയമുള്ളൂ. കാരണം എൻ്റെ അനുഭവം, എൻ്റെ കൂടെ നടന്ന്, എൻ്റെ കൂടെ സഞ്ചരിച്ച്, എൻ്റെ കൂടെ ഉറങ്ങി നടന്നവരിൽ നിന്ന് കിട്ടിയ പണികളാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. കാരണം വെച്ചാൽ നമ്മളറിയാതെ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് മാറ്റി നമ്മുടെ ആദായത്തിന് വേണ്ടി, സത്യമാണ്, നമ്മൾ ധനത്തിന് വേണ്ടി നമ്മോടൊപ്പം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം കൂടി ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെ കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം മടങ്ങിപ്പോയി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.